വാണിജ്യ LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്തതിനാൽ ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. എന്നാൽ രാജ്യത്ത് LPG ഉൽപാദനം 25% വർദ്ധിപ്പിച്ചെന്നും ആശങ്ക വേണ്ടെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. LPG കിട്ടാനില്ലാത്തതിനാൽ ഉത്തരേന്ത്യയിലെ കൂടുതൽ ഹോട്ടലുകളും അടച്ചുപൂട്ടുകയാണ്. സംസ്ഥാനങ്ങളിലെ DGPമാരുമായും ചീഫ് സെക്രട്ടറിമാരുമായും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചർച്ച നടത്തി. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ, കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്ക് പോകാം. ഡാനി, കൊച്ചിയിലെ നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ പല ഹോട്ടലുകളും LPG ക്ഷാമം മൂലം അനിശ്ചിതകാലത്തേക്ക് അടച്ചിടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കൊച്ചിയിലെ അവസ്ഥ എന്താണ്? അനുശ്രീ, ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. കാരണം കൊമേഴ്സ്യൽ സിലിണ്ടറുകൾ ലഭ്യമല്ലാതായതോടുകൂടി ഈ പ്രതിസന്ധിയുടെ ആഴം വലിയ രീതിയിലേക്ക് വർദ്ധിച്ചിരിക്കുന്നു. നിലവിൽ കൊച്ചിയിൽ ഏതാണ്ട് നിരവധിയായ ഹോട്ടലുകൾ, ചെറുതും വലുതുമായ, അതായത് ഞാൻ പറയുന്നത് തട്ടുകടകൾ ഉൾപ്പെടെ മുകളിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ശ്രേണിയിൽപ്പെട്ട ഒട്ടനവധി ഹോട്ടലുകളുള്ള ഒരിടമാണ് കൊച്ചി എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകളും അതോടൊപ്പം തന്നെ തൊഴിലിടങ്ങൾ തേടി ഇവിടേക്ക് എത്തിയവരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആശ്രയിക്കുന്നതും ഹോട്ടൽ ഭക്ഷണത്തെ തന്നെയാണ്. അനുബന്ധമായുള്ള മറ്റ് ഡെലിവറി ആപ്പുകൾ ഉൾപ്പെടെ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിരവധിയായ ആളുകൾ ഇതിനോടനുബന്ധിച്ചെല്ലാം തന്നെയുണ്ട്. ഇവരെല്ലാം ജീവിതം ഒടും തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഹോട്ടൽ മേഖലയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലെ ഏതാണ്ട് ഈ ഒരു പകുതിയോടടുക്കുന്നു ഹോട്ടലുകൾ, അടച്ചു പൂട്ടപ്പെട്ട ഹോട്ടലുകൾ എന്നതാണ് ഒരു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഒരു കണക്ക് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ. കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ വരുന്നു. പ്രവർത്തിക്കുന്ന ഹോട്ടലുകളാകട്ടെ അതിന് നിയന്ത്രണം കൊണ്ടുവരുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മൾ അത്തരമൊരു ഹോട്ടലുകളാണ് ഉള്ളത്. കൊച്ചിയിലെ ചിറ്റൂർ റോഡിലുള്ള പൊഞ്ഞിക്കര കുച്ചിനിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു കാര്യം, വലിയ രീതിയിലുള്ള ഒരു തിരക്കും കാര്യങ്ങളുമുള്ളൊരു ഹോട്ടലാണ്. പക്ഷേ അതിന്റെ ഒരു പ്രവർത്തനം ഏതാണ്ടൊരു ഭാഗികമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ഒരു നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി, ഈ പാചക വാതകത്തിന്റെ ഒരു നിയന്ത്രണം വലിയ രീതിയിലേക്ക് വരുന്നതോടുകൂടി തന്നെ അവരുടെ തൊഴിലാളികൾ, നിരവധിയായ തൊഴിലാളികളുള്ള ഒരിടമാണ്. പക്ഷെ അതിന്റെ ഒരു പ്രവർത്തനം അതൊരു ഭാഗികമാക്കേണ്ട അവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നുവെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈ തൊഴിലാളികളുമായും ഇത്രയും പേർക്കും അവരുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഈ ലഭ്യമാകുന്ന സിലിണ്ടർ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാനാകുള്ളൂ. നമുക്കൊപ്പം ഹോട്ടലിലെ ജീവനക്കാർ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യങ്ങൾ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിലേക്കാണ് കഴിഞ്ഞു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10-65 സ്റ്റാഫുകൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ലേഡീസ് സ്റ്റാഫ് തന്നെ അതിലൊരു 10-35 പേരാണ് ലേഡീസ് സ്റ്റാഫുകളാണ്. അപ്പം നമുക്ക് ഉപയോഗം ഭയങ്കരമായ സാധനം പരമാവധി കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉപയോഗം. ഗ്യാസിന്റെ ചെലവെന്ന് പറയുന്നത് ഞങ്ങൾ ഡെയിലി 2-2.5 കുറ്റിയോളം ഗ്യാസിന്റെ ഉപയോഗം ഞങ്ങൾക്ക് 100-800 പേരോളം ഞങ്ങൾക്ക് കഴിക്കാൻ വന്നുകൊണ്ടിരുന്നതാണ്. കഴിയുമെന്ന് വെച്ചാൽ ഗ്യാസിന്റെ ചെലവ് വന്നാൽ ഞങ്ങളിപ്പോൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ടി ഓർഡർ ആണെങ്കിലും നമുക്ക് തന്നെ ന്യൂ ക്ലാസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കാണെങ്കിലും ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ ഗ്യാസിന്റെ ക്ഷാമം ഭയങ്കരമായി രൂക്ഷമാവുകയാണ്. അപ്പം ഞങ്ങൾക്കത് സാധാരണമായ പണിക്കാരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. തൊഴിലാളികളൊക്കെ ഉള്ള ഒരു ഇടമാണല്ലോ. അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ജീവിതത്തെ ബാധിക്കുന്ന രീതി നല്ല രീതിയിൽ ബാധിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു 3 വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ പിന്നെ സ്റ്റാർട്ടിങ് തൊട്ട് 3 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളാണ് 19 പേരും. 50 പേരുടെയും ജീവിതം ഭയങ്കരമായിട്ട് നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും. അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. അപ്പം ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു കുറ്റി ഗ്യാസിലാണ് ഇപ്പം ഇന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചിലപ്പോൾ അടയ്ക്കേണ്ടത് വിഭവങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദിവസം ഒരു 10-35 ഐറ്റം ഡിഷുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെജിലാണെങ്കിൽ 10-35 ഐറ്റം വെജാണ് ഞങ്ങൾ ഊണ് തന്നെ കൊടുക്കുന്നത്. അതിൽ തന്നെ ഫിഷുകളൊക്കെ ഞങ്ങൾ ലൈവായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇവിടെ ലൈവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ലൈവ്. അത് കസ്റ്റമേഴ്സിൽ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഫുഡിനോട് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അവസാനിക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പം വിറക് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിലേക്ക് മാറുമ്പോഴേക്കും ഈ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയിലേക്ക് നമുക്ക് അത്രയും കിട്ടത്തില്ല. ഈ ലൈവ് ഡെമോ ഒന്നും നടക്കില്ല. ലൈവ് ഡെമോ അങ്ങനെ പരിപാടികളൊന്നുമില്ല. സ്റ്റാഫ് അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഡാനി പോളിന്റെ റിപ്പോർട്ടിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോട്ടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇപ്പോൾ കൊച്ചിയിൽ പല ഹോട്ടലുകളും പകുതി അടച്ച അവസ്ഥയിലാണുള്ളത്. കോഴിക്കോടും അത് തന്നെയാണോ സാഹചര്യം? അനുശ്രീ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻ്റായ
ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന പാരഗണിലാണുള്ളത്. പാരഗണിൽ നമുക്കറിയാം പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ജീവനക്കാർ മാത്രം ഏതാണ്ട് 350-400 പേർ ചുരുങ്ങിയത് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പ്രതിദിനം 15-20 സിലിണ്ടറുകൾ കിട്ടിയാൽ പോലും മതിയാവാത്ത ഒരു സ്ഥാപനം കൂടിയാണ്. എന്തായാലും ആ സ്ഥാപനത്തിലേക്ക് അടക്കം പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ഈ ഇന്ധനത്തിന്റെ ക്ഷാമം അല്ലെങ്കിൽ പാചകവാതകത്തിന്റെ ക്ഷാമം ബാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മറ്റു മാർഗങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. നമുക്കൊപ്പം ഇവിടുത്തെ ഷെഫ് തന്നെയുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പം ഈ ലഭ്യത വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്? വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ഉള്ള ശേഖരം തന്നെ വളരെ കരുതലോടുകൂടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് പകരമായിട്ട് വിറകടുപ്പിലേക്കൊക്കെ മടങ്ങാനുള്ളൊരു സംവിധാനത്തിലേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വിറകൊക്കെ ഇറക്കാൻ തുടങ്ങി. വിറകിൻ്റെ ലഭ്യത അതൊരു വിഷയമാണ്. ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് ഇപ്പോൾ റൺ ചെയ്യുന്ന മാതിരി തന്നെ ഭാവി റൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. വിഭവങ്ങൾ പരിമിതപ്പെടുത്തേണ്ടി വരും. പിന്നെ പുതുതലമുറ ഷെഫുമാർക്ക് വിറകിൽ പണിയെടുക്കുക എന്നുള്ളത് അവരെ അത് പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. ഒരു ദിവസം എത്ര സിലിണ്ടർ വരെ നമുക്ക് സാധാരണ? ഞങ്ങൾക്ക് 400 കിലോ, ഏകദേശം 400 കിലോ ആവശ്യം വരും ഒരു ദിവസം. പക്ഷെ അത് ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ അത് താളം തെറ്റിക്കും. ഈ പാചകത്തിന്റെ ഒരു താളവും പോവും അല്ലെ? ഈ വിറകിലേക്കൊക്കെ നീങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു താളവും പോകും സംഗതി. ഗ്യാസിന്റെ അത്ര ഒരു കൺവീനിയന്റ് വിറക് തരില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ആകും എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങളൊക്കെ. ഈ പാരഗണിലെ ബിരിയാണിയുടെ ഒരു രുചി അത് ഇപ്പോൾ ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആണ് തീർച്ചയായിട്ടും. പക്ഷേ വിറകടുപ്പ് ബിരിയാണിയുടെ രുചിയെ കൂട്ടേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷെ അത് തയ്യാറാക്കി എടുക്കാനുള്ള ഒരു പ്രായോഗിക വശമാണ് അതിൻ്റെ ഇത്. അടുപ്പ് തയ്യാറാണ്, അങ്ങനെയാണോ? ഞങ്ങൾ ഏതാണ്ട് ഒരു അതിനുള്ള നീക്കത്തിലാണ്. എല്ലാം ഏകദേശമൊക്കെ റെഡിയാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തീരെ കിട്ടാതെ വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുക. പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ മാർഗങ്ങളുണ്ടോ? ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. വീട്ടിൽ ഒക്കെ അത് കുറെ കൂടി നന്നാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ തന്നെ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, അതായത് ഒരു താമസം പറയുന്നുണ്ട്. ഒരു ബുക്കിംഗ് കഴിഞ്ഞാൽ 21 ദിവസം കഴിഞ്ഞാൽ അടുത്ത ബുക്കിംഗ് എടുക്കുള്ളൂ എന്ന് പറയുന്നത്. ശരി, കോഴിക്കോട് വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ കൂടി ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചായ കുടിക്കാനൊക്കെ പോയപ്പോൾ അവിടെ ചായ പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ LPG സിലിണ്ടറുകൾ ലഭ്യമല്ല എന്നുള്ള ഒരു കാരണമാണ് ചായ ലഭിക്കുന്നതിന് അവർ മറുപടിയായി നൽകിയത്. അത്തരത്തിൽ ചെറിയ ഹോട്ടലുകൾ പോലും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ വലിയ ഹോട്ടലുകളുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. എന്താണിപ്പോൾ നിലവിലെ തിരുവനന്തപുരത്തെ സാഹചര്യം? ഈ ഹോട്ടൽ ജീവനക്കാരൊക്കെ നൽകുന്ന മറുപടി എന്താണ്? അനുശ്രീ, തീർച്ചയായും. കാരണം ഈ ഒരു വിഷയം വലിയ രീതിയിൽ തിരുവനന്തപുരത്തെയും ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഉള്ളത് കഴക്കൂട്ടം ഭാഗത്താണ്. ഈ ഭാഗത്ത് ടെക്നോ പാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഹോട്ടലുകളെയും PGകളെയും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ, അതായത് പുറം നാട്ടുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ കൂടുതലായും ഈ ഒരു ഭക്ഷണം കഴിക്കാനടക്കം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർ നേരിടുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള കടകളെല്ലാം അടച്ചിടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഇതിന്റെ മറ്റു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജീവനക്കാരടക്കമുള്ളവർ ഇതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു PGകൾ, അതായത് ടെക്നോ പാർക്കിലെ കൂടുതലും ജീവനക്കാർ ജോലി ചെയ്യുന്നവർ അടക്കം നിൽക്കുന്നത് PGകളിലാണ്. ആ PGകളിലടക്കം ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം, ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ അവിടെ ചോദിച്ചാൽ? ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയുണ്ട്? ഗ്യാസ് ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടോ? അടച്ചിട്ട സാധ്യത ഇപ്പം കുറവാണ്. പിന്നെ ഒരു ദിവസം എത്ര സിലിണ്ടർ വേണ്ടി വരും? കൂടുതൽ വേണ്ടി? ഒരു 2-3 സിലിണ്ടർ വേണം. കിട്ടാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴും. കിട്ടാൻ സാധ്യത കുറവാണ്. മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല? ഇങ്ങനെയാണ് കുറവാണ്. എങ്ങനെയാണ് നമ്മളിപ്പോൾ പ്രതികരണങ്ങൾക്കടക്കം തേടിയ സമയത്ത് കഴക്കൂട്ടത്തെ മിക്കവാറും ഹോട്ടലുകൾ അടച്ചിട്ട ഒരു സാഹചര്യമാണ്. അത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ മേഖലയിൽ എത്രത്തോളം രീതിയിൽ ഈ ഒരു ഗ്യാസിന്റെ വിഷയം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം. മാത്രമല്ല ഇത് കൂടുതൽ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക്, നാളെ തൊട്ട് പൂർണ്ണമായും കഴക്കൂട്ടം മേഖലയിലടക്കമുള്ള ഹോട്ടലുകൾ അടച്ചിടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, കാരണം ഈ ഒരു ജോലി ചെയ്യുന്ന ജീവനക്കാരായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന PGകളിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അവരെയെല്ലാം ഇത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അനുസരിച്ച്
ശരി, സാരൻ സുധാകരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലായിടത്തെയും പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. LPG സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു പരാതി. മിക്ക ആളുകളും വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ പല ഹോട്ടലുകളും നേരിടുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.